സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ വിശ്വാസി ആരാണ് എന്ന ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരം കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത്. നാം എല്ലാവരും വിശ്വാസികളാണ്, ക്രിസ്ത്യാനികളാണ്. എന്നാൽ നാം അവകാശപ്പെടുന്ന ഈ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ടോ ഇല്ലയോ എന്ന് ഈ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിൽ തെളിഞ്ഞു വരും എന്നതാണ് ഞാൻ കരുതുന്നത്. അത് ഇതിൻ്റെ ഉദ്ദേശം കൂടെയാണ്. ഒരു ക്രിസ്ത്യാനി യേശുവിൻ്റെ അനുയായിയാണ്, യേശുവിൽ വിശ്വസിക്കുന്നവനാണ്, യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കുന്നവനാണ് എന്നൊക്കെ നാം പറയുമെങ്കിലും അതിനെ അനുഭവതലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പ്രസ്താവനകളുടെ അർത്ഥം എന്താണെന്ന് കുറച്ചുകൂടെ വ്യക്തമായി അറിയുവാനും അനുഭവിപ്പാനും സാധിക്കും എന്നതാണ് ഞാൻ കരുതുന്നത്. അതാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമായി ക്രിസ്ത്യാനി എന്നാൽ എന്ത്, അല്ലെങ്കിൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നാം ക്രിസ്ത്യാനികളാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്നതിൻ്റെ ഏറ്റവും ലളിതമായ ഒരു പ്രസ്താവനയിൽ നമ്മുടെ ചിന്ത ആരംഭിക്കാം. അത് വേണമെങ്കിൽ ഇപ്രകാരം പറയാം: ഒരു ക്രിസ്ത്യാനി യേശുവിന് ആതിഥേയത്വം വഹിക്കുന്നവനാണ്. എ ക്രിസ്ത്യൻ ഈസ് വൺ ഹൂ ഈസ് ഹോസ്പിറ്റബിൾ ടു ജീസസ്. ഇതിനേക്കാൾ ലളിതമായ ഒരു പ്രസ്താവനയോ ഒരു വെളിപ്പെടുത്തലോ ഒരു നിർവചനമോ എനിക്ക് നിങ്ങൾക്ക് തരുവാനില്ല. മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞും കൂടെ. ഓർക്കാൻ എളുപ്പമാണ്, യാതൊരു പ്രയാസവും ഇവിടെയില്ല. ഒരു ക്രിസ്ത്യാനി ആരാണ്, വിശ്വാസി ആരാണ്, ആരായിരിക്കണം? യേശുവിനോട് ആതിഥേയത്വം പാലിക്കുന്നവനായിരിക്കണം. വൺ ഹൂ ഈസ് ഹോസ്പിറ്റബിൾ ടു ജീസസ്. ഇങ്ങനെ ഞാൻ പറയാനുള്ള ആധാരം എന്താണ്? വാട്ട് ഈസ് ദ ബേസിസ് ഫോർ മൈ സേയിങ് സോ? അത് എൻ്റെ കണ്ടുപിടുത്തമല്ല, ഞാൻ സൃഷ്ടിച്ച ഒരു ആശയവുമല്ല. യേശു പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഞാൻ പലപ്പോഴും ഉദ്ധരിക്കുന്നൊരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം: നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അതാണ് ആതിഥേയത്വം. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കുക. യേശു നമ്മളിൽ വസിക്കുന്നു. അത് യേശുവിൻ്റെ എളിമ നമ്മെ യേശുവിൽ വസിക്കാൻ അനുവദിക്കുന്നു. അത് യേശുവിൻ്റെ ആതിഥേയത്വം. അതുകൊണ്ട് നിരുപാധികമായി പരസ്പരം സ്വീകരിക്കുന്ന, അങ്ങനെ ആ പരസ്പര സ്വീകരണത്തിൽ കൂടെ ഒന്നായി ചേരുന്ന അവസ്ഥയാണ് വിശ്വാസിയുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ മനസ്സിലാക്കേണ്ടത്, നാം യേശുവിനോട് ആതിഥേയത്വം പാലിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു തന്നെ മനുഷ്യപുത്രനായി അവതരിപ്പിച്ചു, പരിചയപ്പെടുത്തി. അപ്പോൾ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ അതിഥിയായി കടന്നു വരുന്നത് ദൈവപുത്രനായിട്ടല്ല, മനുഷ്യപുത്രനായിട്ടാണ് വരുന്നത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മുടെ ഉള്ളിൽ പാർക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ പാർക്കുന്നു. ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും ആത്യന്തികമായ ആതിഥേയത്വം ഒരു വ്യക്തിയെ നമ്മുടെ ഭവനത്തിൽ വിളിച്ചാക്കി ആഹാരം കൊടുത്തു എന്നുള്ളതല്ല. ആ വ്യക്തിയെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുവാൻ അനുവദിച്ചു, സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം മുതൽ കാണുന്ന ആ സംഭവം. ഒരിക്കൽ പാപിനിയായിരുന്ന സ്ത്രീ യേശുവിനെ കണ്ടെത്തി അവളൊരു പുതിയ വ്യക്തിത്വം പ്രാപിച്ചതിൻ്റെ ശേഷം അവൾ യേശുവിനെ പ്രകാരം സൽക്കരിക്കുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു, ആതിഥേയത്വം ഒരാഘോഷമായി അവതരിപ്പിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ നാം യേശുവിനോട് ആതിഥേയത്വം പാലിപ്പാൻ കടപ്പെട്ടവരാണ്. മാത്രവുമല്ല, അവൻ്റെ ആതിഥേയത്വം സ്വീകരിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ഇനി
വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഇതാണ് ഇതിൻ്റെ കാതലായ ഭാഗമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നാം യേശുവിനോട് ആതിഥേയത്വം പാലിക്കേണ്ടത് എങ്ങനെയാണ്? ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം പരിശോധിക്കാം. ബഥനിയിലെ ഒരു കുടുംബത്തിൽ യേശു പോയിരുന്നു. അവിടെ 3 ആളുകളുണ്ടായിരുന്നു. നമുക്കറിയാം, മാർത്തയും മറിയയും അവരുടെ സഹോദരനായ ലാസറും ഉണ്ടായിരുന്നു. അവിടെ 2 വ്യത്യസ്തമായ ആതിഥേയത്വം ചിത്രീകരിക്കുന്നുണ്ട്. മാർത്തയ്ക്ക് സാംസ്കാരികമായ കാഴ്ചപ്പാടും മറിയയ്ക്ക് ആധ്യാത്മികമായ കാഴ്ചപ്പാടും. അവൾ മനസ്സിലാക്കി മനുഷ്യപുത്രനായ യേശുവിന് ആതിഥേയത്വം വഹിക്കേണ്ടത് അവളുടെ വ്യക്തിത്വത്തിൻ്റെ സ്വീകരണ മുറിയിലാണ്. മാർത്തയോ സാംസ്കാരിക ആതിഥ്യം, ഏറ്റവും നല്ല വിഭവം ഉണ്ടാക്കിക്കൊടുത്ത് യേശുവിനെ സന്തോഷിപ്പിക്കാം എന്ന ഒരു സമീപനം, ഒരു കാഴ്ചപ്പാട്. അതിനവൾ വളരെ തത്രപ്പെട്ടു. പക്ഷേ തത്രപ്പെടുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ലത് തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, മറിയ ആത്മീകമായ ബുദ്ധിയുള്ള, പരിജ്ഞാനമുള്ള ഒരു ആതിഥേയത്വം, അതിൻ്റെ രീതി സ്വീകരിച്ചിരിക്കുന്നു. നീയോ ഭൗതികവും സാംസ്കാരികവുമായ പരിഗണനകളുടെ അടിമയായി അതിൻ്റെ തത്രപ്പാട്, അതിൻ്റെ മുഖത്തിൻ്റെ കീഴിൽ നിന്ന് നീ ശ്വാസം മുട്ടുന്നു. ഈ ഒരു വളരെ ശ്രദ്ധേയമായ വ്യത്യാസമാണ് യേശുവോടെ അടയാളപ്പെടുത്തുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ യേശു എപ്രകാരമാണ് നമ്മോട് ആതിഥേയത്വം പാലിക്കുന്നത്? നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളായി നമ്മെ ഏവരെയും സ്വീകരിച്ചുകൊണ്ടാണ് യേശു ഈ ആതിഥേയത്വം വഹിക്കുന്നത്. എന്നാൽ വളരെ വ്യക്തമായി യേശു സൂചിപ്പിക്കുന്നത്, നിങ്ങൾ മറ്റ് പ്രതീക്ഷകളുമായി എൻ്റെ അടുത്ത് വരരുത്. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. എൻ്റെ അർത്ഥം, ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന കാഴ്ചപ്പാട്, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതീക്ഷകൾ, താല്പര്യങ്ങൾ, അതുമായി നിങ്ങൾ ഈ മേഖലയിൽ കടന്നു വരരുത്. എന്നോട് ബന്ധം പുലർത്തിയാൽ, എൻ്റെ അതിഥികളായി നിങ്ങൾ സ്വീകരിക്കപ്പെട്ടാൽ, നിങ്ങൾ ഒരു ഭൗതികമായ ലോട്ടറി അടിക്കുന്ന അവസ്ഥയിലേക്ക് പൊന്തി വരും എന്ന് നിങ്ങൾ ദയവായി വിചാരിക്കരുത്. കാരണം അത് നിങ്ങൾ എൻ്റെ വ്യക്തിത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എൻ്റെ വ്യക്തിത്വം ഐഹികമല്ല. മൈ പേഴ്സണാലിറ്റി ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ധാതുപദാർത്ഥങ്ങൾ, സമ്പത്തുക്കൾ, ആനുകൂല്യങ്ങൾ, അനുഗ്രഹങ്ങൾ മാത്രം പ്രാപിപ്പാൻ എന്ന വിധത്തിൽ നിങ്ങളിങ്ങോട്ട് വരരുത് എന്ന വളരെ ശക്തമായ താക്കീത് അവിടെ ഉണ്ട്. എന്നതിന് യാതൊരു സംശയമില്ല. പിന്നെ നാം എന്തുകൊണ്ട് യേശുവിലേക്ക് കടന്നു വരണം? നാം എന്തുകൊണ്ട് യേശുവിലായിത്തീരണം? ആ വ്യക്തിത്വത്തിൻ്റെ അംശമായിത്തീരുന്നതിനപ്പുറത്തുള്ള ഒരനുഭൂതിയും മനുഷ്യജാതിക്ക് വിഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല എന്നതുകൊണ്ട് മാത്രം. അപ്പം അങ്ങനെയുള്ള ഒരു ആതിഥേയത്വം വഹിക്കുക. അപ്പോൾ യേശു നമ്മുടെ അതിഥിയായി തീരേണ്ടതിന് മനുഷ്യപുത്രനായി തീർന്നു. നാമോ യേശുവിൻ്റെ അതിഥികളായി തീരേണ്ടതിന് ദൈവപുത്രരായി തീരണം, ദൈവമക്കളായി തീരണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 12-ാം വാക്യം. അവനെ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം. എന്തുകൊണ്ടാണ് നമുക്ക് ദൈവമക്കളാകാൻ അധികാരം? നാം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അതിഥികളാകുവാൻ ദൈവമക്കൾ എന്ന ഒരു യോഗ്യത നമുക്കുണ്ടാകണം. ആരാണ് ദൈവമക്കൾ? ലോകത്തിലുള്ള എല്ലാ സമ്പത്തിനേക്കാളും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ. അതാണ് അതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം. പക്ഷേ നാം ഭൗതികമായ സമ്പത്തും ആനുകൂല്യവും പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതെങ്കിൽ നാം ദൈവത്തെ അപമാനിക്കുന്നവരാണ്, ദൈവമക്കളല്ല, ആകാൻ താല്പര്യമുള്ളവരുമല്ല. ദൈവത്തെ ഒരു കറവ പശുവിനെ പോലെ ഉപയോഗിക്കുവാനും അപമാനിക്കുവാനും മടിയില്ലാത്തവരാണ് നാം എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിയും നാം ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഞാനതിനെപ്പറ്റി ഒരു സൺഡേ സെർമൺ റെക്കോർഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് പ്രത്യേകമായി കാണണം. അപ്പോൾ ഈ പറയുന്ന ആശയം കുറച്ചുകൂടി വ്യക്തമായി തീരും. അവിടെ 2 തരത്തിലുള്ള സൽക്കാരങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ശിമോൻ എന്ന് പറയുന്ന പരീശൻ യേശുവിനെ ക്ഷണിക്കുന്നു, യേശുവിന് ആതിഥേയത്വം നൽകുന്നു. പക്ഷേ അവൻ ഉണ്ടാക്കുന്ന വിരുന്ന് ഈ മാർത്തയുടെ ട്രഡീഷനിലുള്ള വിരുന്നാണ്. എന്നാൽ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ മറ്റൊരു വിരുന്ന് അവിടെ പെട്ടെന്ന് സൃഷ്ടിക്കപ്പെടുകയാണ്.
അത് ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്. അവൾ പാപിനിയായിരുന്നു എന്ന ഒരു ലേബലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാത്രമേ പരീശനായ ശിമോൻ അവളെ അറിഞ്ഞിരുന്നുള്ളൂ. അവൾ യേശുവിനെ കണ്ടെത്തിയത് കൊണ്ട് അവളൊരു പുതിയ വ്യക്തിത്വം പ്രാപിച്ചു. അതുകൊണ്ട് ആ വ്യക്തിത്വത്തിൻ്റെ വിരുന്ന് അവൾ യേശുവിന് നൽകുന്ന അതുല്യമായ ഒരു സാക്ഷ്യമാണ് ആ സംഭവത്തിൻ്റെ കാതലായ ഭാഗമെന്ന് ഒരു പക്ഷേ വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുകയില്ല, അല്ലെങ്കിൽ ആരും നിങ്ങളുടെ ശ്രദ്ധയെ ആ ഒരു ദിശയിലേക്ക് തിരിച്ചു വിട്ട് കാണുകയില്ല. അവിടെ 2 വ്യത്യസ്തമായ സൽക്കാരങ്ങൾ നടക്കുന്നു. ഞാനത് കേന്ദ്രീകരിച്ചാണ് ഒരു സെർമൺ ചെയ്ത ഒരു സൺഡേ മെസ്സേജ് നിങ്ങൾക്കായി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ യേശു ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത്, അല്ലെങ്കിൽ യേശു വിലമതിക്കുന്നത് ഒന്ന് മാത്രമാണ്. അത് സ്ത്രീ, ഈ പുതിയ വ്യക്തിത്വം, യേശുവിൽ കൂടെ പുതിയ വ്യക്തിത്വം പ്രാപിച്ച സ്ത്രീ അവളുടെ വ്യക്തിത്വമാകുന്ന വിരുന്ന് കൊണ്ട് യേശുവിനെ സൽക്കരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ ആത്മീയമായ സാക്ഷ്യം, അതാണ് വിരുന്ന്. അപ്പോൾ ഇത്രയും നാം പരിഗണിച്ചതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഇന്നുവരെ പുലർത്തിക്കൊണ്ടുവരുന്ന മതപരമായ സമീപനത്തിൽ, പ്രവർത്തന രീതിയിൽ, അത് മനസ്സിലാക്കുന്ന വിധത്തിൽ ഒരു വലിയ പ്രമാദമായ തെറ്റും തെറ്റിദ്ധാരണയുമുണ്ട്. അതായത് നാം ദൈവത്തെ ആദരിക്കേണ്ടത്, ദൈവത്തോടുള്ള നമ്മുടെ ഭക്തി ബഹുമാനങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ പണസഞ്ചിയിൽ കൂടെയാണ്. ദൈവത്തോട് ഭക്തി കൂടുമ്പോൾ ഒരു 100 രൂപ കൂടുതൽ പള്ളിക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഒരു 500 രൂപ കൂടുതൽ മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് നാം സന്തോഷിച്ച് എല്ലാം നിവൃത്തിയായി, ഇതിനപ്പുറത്ത് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന ധാരണയിൽ നിന്ന് നിൽക്കുകയാണ്. എന്നാൽ വചനത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടുള്ള ഈ ഒരു മാതൃക, അതായത് യേശുവിനോട് എപ്രകാരമാണ് ആതിഥേയത്വം പാലിക്കേണ്ടത്, അവിടെ പൈസയ്ക്കോ ഇഹലോക സമ്പത്തിനോ അല്പം പോലും ഇടമില്ല, മാർജിനില്ല എന്നതാണ് വചനത്തിൽ കൂടെ ഞാൻ പരിശോധിച്ച എല്ലാ സംഭവങ്ങളും പ്രസ്താവനകളും വ്യക്തമായി എന്നെ അറിയിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വിഷയം പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും, നാം ഈ അവലംബിച്ചിരിക്കുന്ന ഈ ഒരു സമീപനം തികച്ചും അസ്ഥാനത്താണ്. എന്നാൽ മാത്രവുമല്ല, അത് അധപ്പതനത്തിലേക്കുള്ള വഴിയാണ്. നാം ഇപ്രകാരം ദൈവത്തെ ബഹുമാനിക്കുന്നതിനും ദൈവത്തോടുള്ള ഭയഭക്തി അറിയിക്കുന്നതിനും കണ്ടുപിടിച്ചിട്ടുള്ള, ഇന്നും പരിപാലിക്കുന്ന ഏകമാർഗം, അതായത് കൂടുതൽ സമ്പത്ത് അല്ലെങ്കിൽ സഹായം, ഭൗതിക സഹായം, രൂപ സഭയ്ക്കോ സഭാസംബന്ധമായ പ്രസ്ഥാനങ്ങൾക്കോ കൊടുത്താൽ യേശുവിനോടുള്ള കടമ നിർവഹിച്ചു, ദൈവത്തെ മാനിച്ചു എന്നുള്ള ഈ തികച്ചും ആത്മീയമായ അസഭ്യം ഒരു വിധത്തിലും ന്യായീകരിക്കാൻ വയ്യാത്ത ഈ ധാരണ, അത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് നാം എന്തുകൊണ്ടോ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ബന്ധത്തെ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ രൂപ പൈസയിൽ ഒതുക്കുമ്പോൾ അത് ഒരു വേശ്യയോട് അധാർമികമായി ബന്ധം പുലർത്തുന്ന പുരുഷനോട് തന്നെയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന് നമ്മുടെ പൈസ കൊണ്ട് എന്ത് ചെയ്യാനാണ്? എന്നാൽ ദൈവവേല നടക്കണമെങ്കിൽ നമ്മുടെ പൈസ വേണമെന്ന് മാത്രമേ ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ പഠിപ്പിക്കുന്നവർ ദുരുദ്ദേശത്തോടുകൂടെ തന്നെയാണ് ചെയ്യുന്നത്. വേദപുസ്തകം 4 സുവിശേഷങ്ങൾ പ്രത്യേകിച്ച് സമയം അറിയിക്കുന്നത്, മാമോൻ്റെ ഒരു സഹായമില്ലാതെ ദൈവവേല സമൃദ്ധമായി നടക്കാം എന്ന് മാത്രവുമല്ല, അങ്ങനെ മാത്രമേ ഈ ശുശ്രൂഷ നടക്കുകയുള്ളൂ എന്ന് യേശുക്രിസ്തു വ്യക്തമായി ആവർത്തിച്ച് പറഞ്ഞിട്ടും നാം ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ രൂപമാണ്, ആ പൈസ കൊണ്ടാണ് ദൈവരാജ്യം നിലനിൽക്കുന്നത്, അത് കൊടുത്തില്ലെങ്കിലെല്ലാം പൊളിഞ്ഞു പോകും. വാസ്തവത്തിൽ ദൈവരാജ്യത്തെ ഏറ്റവും കൂടുതൽ അപമാനിക്കുകയും വികൃതമാക്കുകയും ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസ തന്നെയാണ്. അത് തിരിച്ചറിയാൻ വലിയ പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങളൊരു 50 വർഷം പുറകോട്ട് പോയാൽ, 40 വർഷം പുറകോട്ട് പോയാൽ, സഭയിൽ അത്ര വലിയ പൈസയൊന്നും ഇല്ലായിരുന്ന കാലത്ത് കുറച്ച് സന്മാർഗബോധത്തിനും ദൈവഭയത്തിനും അല്പം മാർജിനുണ്ടായിരുന്നു. ഇപ്പോൾ സഭയിൽ സാത്താൻ്റെ സമ്പത്ത്, മാമോൻ്റെ സമ്പത്ത് കുമിഞ്ഞുകൂടിയത് കൊണ്ട് ദൈവത്തെയും വേണ്ട മനുഷ്യരെയും വേണ്ട, ഏത് അധർമ്മവും ചെയ്യാം, എന്നോട് ചോദിക്കാൻ നീ ആരാടാ എന്ന അഹങ്കാരമല്ലാതെ മറ്റൊന്നും നാം കാണുന്നില്ല. ഇത് നാം വിളിച്ചു വരുത്തി നമ്മുടെ തലയിൽ വച്ചിരിക്കുന്ന ശാപമാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നാം ഇന്നുവരെ സഭയെ അതിൻ്റെ സാൻമാർഗികവും ആധ്യാത്മികവുമായ കണ്ണടയത്തക്കവണ്ണം പൈസ കുത്തിച്ചെലുത്തി
കൊഴുപ്പിച്ച് തടിപ്പിച്ച് വെച്ച കാളക്കുട്ടിയെപ്പോലെ ആക്കി വച്ചിരിക്കുന്നതിൽ നാം ദൈവത്തോടും നമ്മോടും കാണിച്ചുകൊണ്ടേയിരിക്കുന്ന വലിയ അനീതി തിരിച്ചറിയുക. പണം കൊണ്ടോടുന്ന ഒരു പ്രസ്ഥാനവും ദൈവികമല്ല. കാരണം ദൈവത്തിൻ്റെ ശുശ്രൂഷ, ദൈവവേല ചെയ്യേണ്ടത് പണം കൊണ്ടല്ല, വ്യക്തിത്വത്തിൻ്റെ സമ്പത്ത് കൊണ്ടാണ്. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല, എന്നാൽ അതേ മനുഷ്യപുത്രൻ സകല ജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷമാണ്, സർവ്വലോകത്തിൻ്റെയും ആശ്വാസമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത് വലിയ ഫണ്ടും സാമഗ്രികളും ഉണ്ടായിട്ടല്ല, ഒന്നുമില്ലായ്മയിൽ. എന്നാൽ വ്യക്തിത്വത്തിൻ്റെ വലിയ സമ്പാദ്യത്തിൽ, ധാരാളിത്വത്തിൽ, വ്യക്തിത്വം എന്ന് പറയുന്ന അനശ്വരമായ വിരുന്നിൽ പങ്കെടുക്കുവാനാണ് യേശു വിളിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ദയവായി അന്ത്യവേളയിലെങ്കിലും നാം ഈ ഒരു അടിസ്ഥാനപരമായ ആത്മീയ സത്യം തിരിച്ചറിയുകയും നാമും യേശുവുമായുള്ള ബന്ധത്തിൽ, യേശുവിൽ കൂടെ നാം പിതാവായ ദൈവത്തോട് പാലിക്കുന്ന ആത്മീയ ബന്ധത്തിൽ മാമോൻ്റെ തുറുപ്പ് ചീട്ടായ ഈ ഭൗതികമായ സമ്പത്തിനെ നിങ്ങൾ സ്ഥാപിക്കരുത്. ദൈവ കൃപയെ ആശ്രയിക്കേണ്ട ആവശ്യം സഭയ്ക്കോ സഭാ നേതൃത്വത്തിനോ ഇല്ലാതാക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ സമ്പത്ത് കൊടുത്ത് സഭയുടെ ആത്മാവിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലരുത്. സഭാ നേതൃത്വം അസന്മാർഗത്തിൻ്റെ പാതയിലേക്ക് വഴുതി പോകത്തക്കവണ്ണം അവർ ദൈവത്തിലുള്ള ആശ്വാസം വിട്ടിട്ട് ഭൗതികമായ സുഖലോലുപതയിൽ മുഴുകി അവരുടെ വെളിച്ചം ഇരുട്ടായി പോകത്തക്കവണ്ണം നിങ്ങളുടെ സമ്പത്ത് അവർക്ക് വിനയായി ഉപയോഗിക്കരുത്. എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും അവരുടെ കഴിവിനപ്പുറം സഭയ്ക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് സത്യം പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. നമ്മുടെ സഭകളിൽ ഓരോ വ്യക്തിക്കും പൗരോഹിത്യം കൽപ്പിച്ചിരിക്കുന്ന വില അവർ കൊടുക്കുന്ന സംഭാവനയുടെ തോതനുസരിച്ച് മാത്രമാണ്. അതുകൊണ്ടാണ് അമേരിക്കയിലുള്ള ക്രിസ്ത്യാനിക്ക് ഒരു വിലയും മിഡിൽ ഈസ്റ്റിലുള്ള ക്രിസ്ത്യാനിക്ക് വേറൊരു വിലയും കേരളത്തിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ക്രിസ്ത്യാനിക്ക് ഒട്ടും വിലയില്ലാതെയുമായിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് കേരളത്തിൽ പരിമിതമായി ജീവിക്കുന്ന വിശ്വാസികൾ വളരെ അറച്ചും വിറച്ചും മടിച്ചുമാണ് ഒരു മെത്രാൻ്റെ അടുത്ത് ചെല്ലേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ളവർക്ക് ഒരു മെത്രാൻ്റെ തിരുസന്നിധി പോകുവാൻ ജീവിതത്തിൽ വല്ലപ്പോഴും ഒരു അവസരം കിട്ടിയെങ്കിലായി, അല്ലെങ്കിൽ ഇല്ല എന്നൊരവസ്ഥയിലായിത്തീരുന്ന അതിൽ തന്നെ ഒരു നഷ്ടമാണ് ഞാൻ കരുതുന്നില്ല. അതൊരിക്കലും ഒരു നഷ്ടബോധം എന്നിൽ ഉണർത്തിയിട്ടില്ല. ഞാൻ എല്ലാവരെയും ഒരേപോലെ ഒരേ കണ്ണിൽ കൂടെ കാണുന്നവനാണ്. ഒരു കസേരയിൽ ഒരുത്തൻ കയറി ഇരുന്നതുകൊണ്ട് അവൻ എന്തെങ്കിലും മാന്യതയുണ്ടെന്ന് ചിന്തിക്കാൻ എന്നെക്കൊണ്ട് ഒരു വിധത്തിലും സാധിക്കുന്നില്ല. അങ്ങനെയല്ല. പക്ഷേ ഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം മെത്രാൻ്റെ കടാക്ഷം എൻ്റെ മേൽ പതിച്ചു എന്ന് പറയുമ്പോൾ അവർ സ്വർഗത്തിലാണ് എന്നതുകൊണ്ട് ഞാനങ്ങ് സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ആണെങ്കിൽ ആരാണ്? അവൻ യേശുവിന് ആതിഥേയത്വം വഹിക്കുന്നവനാണ്. ആ ആതിഥേയത്വം വഹിക്കേണ്ടത് പൈസയുടെ കൊഴുപ്പ് കൊണ്ടല്ല, അത് വ്യക്തിത്വത്തിൻ്റെ പ്രഭ കൊണ്ടാണ്, മേന്മ കൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നതുകൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. എങ്ങനെയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത്? യേശുവിന് ആതിഥേയത്വം പാലിക്കുമ്പോഴാണ്. യേശു നമ്മുടെ അതിഥിയായിരിക്കുമ്പോൾ നാം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അല്ലാതെ നമുക്ക് ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ യാതൊരു മാർഗവുമില്ല, മറ്റൊരു മാർഗമില്ല തന്നെ. അപ്പം അങ്ങനെയുള്ള ബന്ധത്തിൽ ഈ ധനം, ഭൗതികമായ ധനം, മാമോൻ്റെ ഈ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്ന വിഷം നാം കലർത്തി അതിനെ വിരൂപമാക്കി അതിൻ്റെ അർത്ഥത്തെയും വെളിച്ചത്തെയും പൂർണ്ണമായും നശിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പണത്തിൻ്റെ കൊഴുപ്പില്ലാതെ, മാമോൻ്റെ അന്ധകാരമില്ലാത്ത ഒരു പരിശുദ്ധമായ ആത്മീയ ബന്ധം യേശുവുമായും യേശുവിൽ കൂടെ പിതാവായ ദൈവവുമായും സ്ഥാപിക്കുവാനും അതിൽ മുതിർന്നു വരുവാനും ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ അത് സാധിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ആദ്യ പാഠമായി എൻ്റെ പണക്കൊഴുപ്പ് മാത്രമാണ് എൻ്റെ ആത്മീയ യോഗ്യത എന്ന ഈ മാരകമായ മണ്ടത്തരം നമ്മെയും സഭയെയും സമൂഹത്തെയും ഒന്നുപോലെ ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഡ്ഢിത്തരം ഉപേക്ഷിച്ച്
യഥാർത്ഥത്തിൽ ദൈവത്തോട് ആതിഥേയം പാലിപ്പാൻ തക്കവണ്ണമുള്ള വ്യക്തിപരമായ വിശുദ്ധിയും വളർച്ചയും ദൈവത്തോടുള്ള സമർപ്പണവും എല്ലാറ്റിനുമുപരി യേശു ശിമോനോട് പറയുന്നത് പോലെ, ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ലോകത്തിലുള്ള എല്ലാറ്റിനെയും അതിനേക്കാളും അധികമായും അതീതമായും നീ എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഈ ലോകത്തുള്ള പദാർത്ഥങ്ങൾ കൊണ്ടല്ല നീ എന്നെ സ്നേഹിക്കേണ്ടത്. ഇതിനതീതമായ മർമ്മങ്ങളിൽ കൂടെ എന്നെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുമോ? അതിന് നീ താല്പര്യപ്പെടുമോ? അതിനുവേണ്ടി നീ ശ്രമിക്കുമോ? അതാണ് ശിമോൻ പത്രോസിൻ്റെ യോഗ്യത, മറ്റൊന്നുമല്ല. ആ യോഗ്യത പാലിപ്പാനോ നിലനിർത്തുവാനോ നമുക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് സഭകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ആത്മീയ ധാർമ്മിക ഇടിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ, കുറ്റവാളികൾ നാം തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞ് നാം ഇതുവരെയും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ അപരാധം ഒഴിവാക്കുവാൻ ഏവരും ശ്രമിക്കണമെന്ന കർത്തൃനാമത്തിൽ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.